കൂട്ടുകാരെ, വീണ്ടും എല്ലാവർക്കും ഫുഡീസ് കിച്ചണിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ. ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടമാണ്. ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് സെക്കൻഡ് പാർട്ടാണ്. അന്ന് ചെറിയ ചെറിയ ചെടികളൊക്കെ ആയിരുന്നല്ലോ. ഇന്ന് അതൊക്കെ വളർന്ന് ടൊമാറ്റോ ചെടിയിലൊക്കെ ചെറുതായിട്ട് ടൊമാറ്റോയൊക്കെ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് 3-4 ടൊമാറ്റോയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇടയ്ക്ക് പഴുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ പറിച്ചിട്ട് പോകും. വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ഈ 1-2 കാണിക്കാൻ മടിച്ചിട്ടാണ്. ഇതൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് പഴുത്ത് കിട്ടും. ഇത് നമ്മുടെ ഡ്രാഗൺ ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ സീസൺ ആയിട്ടില്ല. എനിക്ക് ഒരു ചൂടുകാലത്തായിരിക്കും ഇത് വരുന്നത്. പിന്നെ അതേ വഴുതനങ്ങ ചെടിയിൽ പൂക്കളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ടൊമാറ്റോ തന്നെ, പച്ച ടൊമാറ്റോയാണ്. എന്താണെന്നറിയില്ല, ഈ ചെടിക്ക് കുറച്ച് പെട്ടെന്ന് തന്നെ ഇലപ്പുള്ളി രോഗം വന്നതുപോലെ കേട്ടോ. ഇതിന് പ്രതിവിധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാമെന്നുള്ളവരൊന്ന് പറഞ്ഞു തരണേ. ഇവിടെയും വീണ്ടും ടൊമാറ്റോ. അങ്ങനെ നമ്മുടെ ബ്രോക്കോളി എത്തി. ബ്രോക്കോളിയിൽ വന്നു തുടങ്ങിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് വെച്ചത്. എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലേ. വീട്ടിലെ മാവ് പൂത്തിട്ടുണ്ട്. ഇത് ജ്യൂസ് മാങ്ങയാണ്. ഇത് നമ്മുടെ വഴുതനങ്ങ ചെടിയാണ്. ഇത് വഴുതനങ്ങ വന്നിട്ടുണ്ട് കേട്ടോ. കാണുന്നില്ലേ? മുളക് ചെടിയാണ്. മുളക് ചെടിയിൽ ഇതാ നിറച്ച് മുളകൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് ആവശ്യത്തിന് ഇനി പറിച്ചെടുക്കാമെന്ന് തോന്നുന്നുണ്ട്. ടൊമാറ്റോ എന്താണെന്ന് അറിയില്ല കേട്ടോ. ടൊമാറ്റോ ചെടിയുടെ പുറത്തെല്ലാം ഇങ്ങനെ ഇലയുടെ പുറത്തെ ഇലപ്പുള്ളി രോഗം വന്നിട്ടുണ്ട്. വേറെ ഒരു ചെടിക്കും വന്നില്ല. പക്ഷേ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന ചെടികൾക്ക് പകരുമോ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ ചെമ്പരത്തി. നല്ല രസമുണ്ടല്ലേ ഈ കളർ കാണാനായിട്ട്. റോസ്, വെള്ളരിക്ക. എനിക്ക് ഒരു 3-4 വെള്ളരിക്ക കിട്ടിക്കഴിഞ്ഞു കേട്ടോ. പിന്നെയും ചെറുതായിട്ട് വരുന്നുണ്ട് നമ്മുടെ വെള്ളരി ചെടി. അതുപോലെ നമ്മുടെ താഴത്തെ വഴുതനങ്ങ ചെടികളാണ്. വഴുതനങ്ങ വന്നിട്ടില്ല, അതിൽ പൂക്കൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് നമ്മുടെ ഇലക്കറിയാണ്, ചീര. ഇവിടുത്തെ ചീരയാണ്, കുട്ടി ചീരയാണ്. ഇത് നമ്മുടെ പാലക് ചീരയാണ്. പാലക് ചീര വിത്തിട്ട സമയത്ത് മിക്കി വന്നിട്ട് മണ്ണ് മാന്തി അത് മൊത്തം വെളിയിൽ പോയി. ഇത് നമുക്ക് കൊത്തമരയ്ക്ക പോലത്തെ ഒരു സാധനമാണ്. ഇത് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് പറിച്ചെടുക്കുമായിരുന്നു. ഇതെങ്ങനെ ഇരിക്കും, ഇതാ ഈ ഷേപ്പിൽ. ഇത് നമ്മുടെ പാവലാണ്. പാവലിൽ പൂക്കൾ
മുളക് ചെടി, വെളുത്ത മുളക്, പാൽമുളക് എന്നൊക്കെ പറയില്ലേ. ഇത് നമുക്ക് മീൻ കറിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മുളക് നമ്മുടെ ഉണ്ടൻ മുളക് ഒരു 4-5 എണ്ണം കിട്ടി. പിന്നെ ആ ചെടി അങ്ങ് പട്ടുപോയി, അറിയില്ല എന്താ പറ്റിയതെന്ന്. അതിൻ്റെ ചുവട്ടിൽ ഇത് കുറേ ടൊമാറ്റോ ഒക്കെ പൊടിച്ച് വരുന്നുണ്ട്. വെറൈറ്റി മുളകാണ്. ഇതിൻ്റെ പേരൊക്കെ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒരു കാര്യം മറന്നുപോയി കേട്ടോ. ആദ്യമായിട്ടാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ അടിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അതേപോലെ തുടർന്നുള്ള വീഡിയോകൾക്ക് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.